അങ്ങനെ കേരളത്തിൽ അതിരൂക്ഷമായിട്ടുള്ള മഴക്കാലം വീണ്ടും എത്തിയിരിക്കുകയാണ്. 2018 ആവർത്തിക്കുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. പക്ഷെ ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്കൊരിക്കലും മറക്കാനാകാത്ത ഒരുപാട് സ്കാർസ്, ഒരുപാട് മുറിവുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു സമയമാണ് 2018 എന്ന് പറയുന്നത്. സോ അതൊരിക്കലും നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഒരു മഴക്കാലം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്താണ് ഈ മഴക്കാലം നമ്മൾ ഹിറ്റ് ചെയ്തത്. എസ്പെഷ്യലി കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ലയിലൊക്കെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണ്. അതായത് വലിയൊരു മഴയുടെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആണിത്. പക്ഷെ അപ്പോൾ പോലും വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ട് ജില്ലകളിലും, പിന്നെ പത്തനംതിട്ട. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എല്ലാവരുടെയും കൺസേൺ ആണ് സ്കൂളുകളുടെ കാര്യം. കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ. അപ്പം സ്കൂളിൽ പോകുന്ന വഴിയിൽ ഒരുപാട് ആപത്തുകളുണ്ട്. കാരണം മഴ പെയ്യുന്ന സമയമാണ്, കുഴികളും കുണ്ടുകളൊക്കെ നിറഞ്ഞൊഴുകുവാണ്. സോ ആറ്, തോട് എല്ലായിടത്തും ഒരുപാട് ഒഴുക്കുണ്ട്. സോ റോഡൊന്നും കാണാൻ പറ്റത്തില്ല. സോ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്കറിയാം, ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവധി കിട്ടുന്നതും. സോ കളക്ടർമാരൊക്കെ ആ കാര്യത്തിൽ ബെസ്റ്റാണ്, അവധി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ അവധി വന്നത് അല്പം താമസിച്ചാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ അവധി പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അവധി അല്പം താമസിച്ചാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാരുടെ സംസാരമാണ്, കുട്ടികൾക്ക് അവധി എങ്ങനെ എപ്പോഴും കൊടുത്താൽ ശരിയാവും, അവർക്ക് പഠിക്കണ്ടേ, സ്കൂളിൽ പോകണ്ടേ, ഈ അവധി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വഷളായി പോകുന്ന കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ പേർ കുരുപെട്ടുവാണ്. അതായത് കുറേ പേർക്ക് പിള്ളേരെ വീട്ടിൽ ഇരിക്കുന്ന കാണാൻ വയ്യ, കുറേ മാതാപിതാക്കൾക്ക് പിള്ളേർ ശല്യം ഒന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പിന്നെ കുറേ പേര് പറയുന്നത് ഇത് അനാവശ്യമാണ്, എല്ലായിടത്തും അവധിയുടെ ആവശ്യമുണ്ടോ, അവർ സ്കൂളിൽ പോയി പഠിക്കണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു തന്നെ, സ്കൂൾ തുറന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ പിള്ളേർ വേണം. അവരുടെ ജീവൻ ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറന്നിട്ട് കാര്യമില്ല. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. അതായത് അവർ കാണുന്നത് അക്കാഡമിക്സ് സിസ്റ്റം അങ്ങനെയൊക്കെയാണ്. അതായത് കുട്ടികൾ സ്കൂളിൽ പോകണം, സ്കൂൾ അവർക്ക് വേണ്ടിയല്ലേ, സ്കൂളിൽ പോയില്ലെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അവിടെ അവർക്ക് ഒരു ത്രെറ്റ് കാണാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ ആപത്താകുന്ന മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, അങ്ങനത്തെ ഒരു ഫാക്ട്സ് അവർക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അവരവിടെ കാണുന്നത് എന്താണ്, സ്കൂളിൽ പോകുന്നില്ല, അക്കാഡമിക്സിൽ വീക്ക് ആവുകയാണ് കിഡ്സ്, മാർക്കില്ല, എക്സാം, അത് ഇത് മറ്റൊന്നും മറിച്ചാണ് കാണുന്നത്. സംടൈംസ് അത് പേരൻസാണ്, ചില പേരൻസാണ് പറയുന്നത്. സംടൈംസ് പിള്ളേരൊന്നും ഇല്ലാത്ത, സ്കൂളിലും പോകാത്ത ചില അമ്മാവന്മാരാണ് പറയുന്നത്. സോ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ് പലർക്കും ഉള്ളത്. അതായത് കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കണം, ദാറ്റ്സ് ഗ്രേറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേ സ്ഥാനത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സേഫ്റ്റി വേണ്ടേ. ഈ പോകുന്ന വഴിക്കൊക്കെ എന്തോരം ഉരുൾപൊട്ടലും അല്ലെങ്കിൽ തോടുകളും അരുവികളും ആറുകളൊക്കെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുവാണ്. ഒഴുക്കി പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദേ ആർ എ ഗോണർ. ഓക്കെ, നമുക്ക് കിട്ടത്തില്ല അവരെ, ലൈഫ് ഡൺ. സോ ആ അവസ്ഥയിൽ ചില ആൾക്കാർ ന്യായീകരിക്കുവാണ് ഇതിനൊക്കെ വന്നിട്ട്. അതായത് സ്കൂളിൽ പോകണം, പിള്ളേർ പഠിക്കണം. ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ സിസ്റ്റമാണ് ഗൈസ്. സിസ്റ്റം നമ്മളെ ഒരു വല്ലാത്തൊരു മെൻറ്റാലിറ്റി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതായത് നമുക്ക് അക്കാഡമിക്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാണാപ്പാടം പഠിക്കുക, കുറച്ച് സ്കോർ ചെയ്യുക, അതിനപ്പുറത്തേക്ക് നമുക്കൊരു ലൈഫില്ല പല ആൾക്കാർക്കും, നമുക്കല്ല പല ആൾക്കാർക്കും. സോ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് നാച്ചുറൽ ഡിസാസ്റ്ററിനെ അല്ലെങ്കിൽ നേച്ചറിനെയും സൊസൈറ്റീനെയൊക്കെ റോ ആയിട്ട് കാണാൻ, നേക്കഡായിട്ട് കാണാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ദീസ് കിഡ്സ്, എവരി കിഡ് ഇൻ അവർ സ്റ്റേറ്റ് ഡിസേർവ്സ് ഹോളിഡേ വെൻ ഇറ്റ്സ് റെയിനിങ് ടു മച്ച്.